ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച കല്ലുമ്മക്കായ വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ്. അതിനായിട്ട് ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായയിലേക്ക് ഒരല്പം മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം. ശേഷം ഒരു പാൻ ചൂടാക്കി ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും, പക്ഷെ നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് വറ്റിച്ചെടുത്ത് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തിട്ട് ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം ഒരു മൺചട്ടി ചൂടാക്കി 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് 1.5 വലിയ സവാള നീളത്തിൽ അരിഞ്ഞും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നല്ല എരിവുള്ള 3 പച്ചമുളകും അതിന് കൂടെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാള നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി, അതായത് ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം തീ കുറച്ച് വെച്ച് മൂടി വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിനിടയ്ക്ക് ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കല്ലുമ്മക്കായയിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട്. നമ്മളത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതിലേക്കൊരു 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലൊരു ടേസ്റ്റും എരിവും കിട്ടാനായിട്ട് 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മിനിറ്റോളം ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കല്ലുമ്മക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഈ ഫ്രൈ ചെയ്ത കല്ലുമ്മക്കായുടെ ടേസ്റ്റ് നമ്മുടെ ഈ മസാലയിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി വരണം. അതിനായി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 10-15 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്.